ഗുഡ് മോർണിംഗ് അനു. ഗുഡ് മോർണിംഗ് ഏട്ടാ. ഏട്ടൻ ഇന്ന് ഓഫീസിൽ പോകുന്നുണ്ടോ? പിന്നെ പോവാതെ എന്താ കാര്യം? ഏയ് ഒന്നുമില്ല. പറ, എന്താ കാര്യം? ഒരു പതിവില്ലാത്ത ചോദ്യമൊക്കെ. അതേട്ടാ, ഇന്ന് ഞാനും അച്ചുവും ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. അതിന് ദേ ഏട്ടാ, ചുമ്മാ ദേഷ്യം പിടിപ്പിക്കാതെ ക്യാഷിങ് തന്നെ. ഒരു ക്യാഷുമില്ല. നീ ഇന്നങ്ങനെ ഷോപ്പിങ്ങിന് പോവണ്ട. പോവണ്ടേന്നോ? അതെന്താ അങ്ങനെ? പോവണ്ട, അത്ര തന്നെ. അമ്മേ, ദേ കണ്ടില്ലേ ഏട്ടൻ പറയുന്നേ. ഞാൻ ഇനി മുതൽ ഏട്ടനോട് മിണ്ടത്തില്ല, നോക്കിക്കോ. അയ്യോ പിണങ്ങല്ലേ, നിനക്ക് തരാനുള്ള ക്യാഷ് അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട്. സത്യമാണോ? അതെടി അനു, സത്യം. താങ്ക് യു ചക്കരക്കുട്ടപ്പ. ഡി തന്ന ക്യാഷ് ഇങ്ങോട്ട് തന്നെ വാങ്ങിക്കണോ? വേണ്ട ഏട്ടാ. പിന്നെ പോകുന്നതൊക്കെ കൊള്ളാം. അച്ഛന് വയ്യാത്തതാണ്, അമ്മ ഒറ്റയ്ക്കായിരിക്കും. വേഗം വന്നേക്കണം കേട്ടല്ലോ. ഗുഡ് മോർണിംഗ് അമ്മേ. ഗുഡ് മോർണിംഗ് മോളെ. ആദി, പതിവില്ലാതെ നേരത്തെ കാലത്ത് തന്നെ ഓഫീസിൽ പോവാൻ തുടങ്ങിയോ നീ? അമ്മേ, ഇന്ന് കാക്ക മലർന്നു പറക്കുമെന്നാ തോന്നുന്നേ. ആണോ? എന്നാ ഞാൻ നോക്കിയിട്ട് പറയാം. കാക്ക മലർന്നാണോ പറക്കുന്നതെന്ന്. ഓഫീസിലേക്ക് പോകുന്ന വഴി എനിക്കൊരാളെ മീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നേരത്തെ ഇറങ്ങാമെന്ന് കരുതി. അമ്മേ, വിളമ്പിത്താ. ഡാ ചെക്ക, തന്നെ തന്നെ വിളമ്പി കഴിച്ചെന്നു കരുതി നിനക്കൊന്നും സംഭവിക്കില്ല. ഓ ബാമേ, ഞാൻ വിളമ്പി കൊടുത്തോളാം. വേണ്ട ഏട്ടത്തി, ഞാൻ വെറുതെ പറയുന്നതല്ലേ. വല്യമ്മേ, കുഞ്ഞേട്ടൻ എന്നാ വരുന്നേ? 2 ദിവസം കഴിഞ്ഞ എത്തുമെന്ന ആദി പറഞ്ഞേക്കുന്നേ. അതെ, അവനും കൂടെ വന്നിട്ട് വേണം അജുവിന്റെ കാര്യം അജുവിനോട് ഒരു വട്ടം കൂടെ ചോദിക്കാൻ. വല്യേട്ടന്റെ എന്ത് കാര്യത്തെ പറ്റിയാ അച്ഛമ്മ പറയുന്നേ? അത് നിന്റെ വല്യേട്ടന്റെ കല്യാണക്കാര്യത്തെ കുറിച്ചാ. വാട്ട്? എന്താടാ? അല്ല, പെട്ടെന്ന് വല്യേട്ടന്റെ കല്യാണക്കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോയതാ. സന്തോഷിക്കാൻ വരട്ടെ. അതിന് നിന്റെ വല്യേട്ടന്റെ സമ്മതം കിട്ടണം. ഷോ, അത് ഇനിയും കിട്ടിയില്ലേ അച്ഛമ്മേ? ഇല്ല ആദി, ഒരു തവണയും കൂടെ ചോദിച്ചു നോക്കണം. എന്നാ ശരി അച്ഛമ്മേ, ഞാൻ ഇറങ്ങട്ടെ. ശരി മോനെ, പോയിട്ട് വാ. ആ മക്കളെ, ഞാനിന്നലെ നമ്മുടെ മേലേത്ത് തറവാട്ടിലെ അനിൽകുമാറിന്റെ മകളെ കണ്ടിരുന്നു, അമ്പലത്തിൽ വെച്ച്. കുറച്ചു നേരം സംസാരിച്ചു. നല്ല സ്വഭാവമുള്ള കൊച്ച്. കാണാൻ തന്നെ ഒരു ഐശ്വര്യം തോന്നുക ആ മോളെ. കൂടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല അമ്മേ. കൂടെ അനിലിന്റെ മകനുണ്ടായിരുന്നു. നിത്യയെ കണ്ടില്ല. കഴിഞ്ഞതൊന്നും മറക്കാൻ കഴിയുന്നില്ല മക്കളെ. എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും എത്ര കാലം കഴിഞ്ഞാലും ചിലതൊക്കെ നമ്മുടെ മനസ്സിൽ തന്നെ തട്ടിക്കഴിഞ്ഞാൽ അത് മറക്കാൻ കഴിയില്ല. അതുപോലെ ഒന്നാണല്ലോ മക്കളെ അനിൽകുമാറിന്റെ കുടുംബവും നമ്മുടെ കുടുംബവും തമ്മിലുള്ള ബന്ധം. എന്നാലും എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അനു, നീ റെഡി ആയില്ലേ? നല്ല ആളാ. നീ എന്നോട് നേരത്തെ വരാൻ പറഞ്ഞിട്ട് നീ ഇതുവരെ റെഡി ആയില്ലേ? കഴിഞ്ഞു അച്ചു. നേരത്തെ എത്തിയേക്കട മക്കളെ. ശരി അമ്മേ. അച്ചു, നീ ഭക്ഷണം കഴിച്ചായിരുന്നോ? ആ, കഴിച്ചു. എന്നാ മക്കള് പോയിട്ട് വാ. മക്കളെ, സൂക്ഷിച്ചു പോ. ശരി അച്ഛാ, ഞങ്ങൾ പോയിട്ട് വരാം.
നിൽക്കുവാടി? നിനക്ക് ഈ വീട്ടിലെ ജോലികൾ ചെയ്യണം എന്നൊന്നുമില്ലേ? അതോ ഇവിടെ തന്നെ സ്വപ്നം കണ്ടോണ്ടിരിക്കുവാണോ? എന്താടി നിനക്ക് നാക്കില്ലേ? ചോദിച്ചതിന് മറുപടി പറയടി. എന്താടി അമ്മ ചോദിച്ചത് കേട്ടില്ലേ നീ? അതോ കേൾക്കാത്ത പോലെ അഭിനയിക്കുവാണോ? ഡി, മര്യാദക്ക് പോയി ജോലി ചെയ്യാൻ നോക്ക്. ഇല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും ഈ വീട്ടിൽ നിന്ന് കിട്ടുമെന്ന് നീ കരുതണ്ട. ചെന്ന് ഡ്രസ് അലക്കാൻ നോക്ക്. ഇവൾക്കൊരു പണി കൊടുത്താലോ? അമ്മേ, എന്റെ ഡ്രസ് ഇവൾ അലക്കണ്ട. ഇവൾ എന്റെ ഡ്രസ് കഴുകിയിട്ട് അത് വൃത്തിയായില്ല അമ്മേ. ആണോടി? ഇല്ലമ്മായി, ഞാൻ വൃത്തിക്ക് തന്നെയാ കഴുകിയത്. ഡി, നാണമില്ലല്ലോടി ഇങ്ങനെ കളവ് പറയാൻ. ഇരുന്ന് മോങ്ങാതെടി. കീർത്തിമോൾ പറയുന്നത് ശരിയാണോ? എന്താ അമ്മേ, അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? മോളെ, അമ്മയ്ക്ക് മോളെ വിശ്വാസം ഇല്ലാണ്ടിരിക്കുമോ? ഡി, ഐശ്വര്യ, നല്ലതുപോലെ ഡ്രസ് വൃത്തിയാക്കിയാൽ നിനക്ക് കൊള്ളാം. നിന്നെ എവിടെയും ഈ കീർത്തി ജയിക്കാൻ അനുവദിക്കില്ല. ഞാൻ മോഹിച്ചതൊന്നും നീ മോഹിക്കാൻ പാടില്ല. ഇവൻ ഇതെവിടെ? ഡാ, നീ ഇതെവിടെയാ? വേഗം വരാൻ നോക്ക്. ഷേ, ആഹാ, ആരാ ഇത്? എന്റെ ഭാര്യയോ? അനുവുമുണ്ടല്ലോ കൂടെ. ഹായ് അനു. ഹായ് വിഹാൻ ചേട്ടൻ. ചേട്ടനെ ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടല്ലേ? പിന്നെ ഇല്ലാതെ, നിങ്ങളൊക്കെ ഞാൻ മറക്കുവോ? പ്രത്യേകിച്ച് എന്റെ ഭാര്യയെ. എന്റെ ഭാര്യ എന്താ ഒന്നും സംസാരിക്കാത്തെ? ദേ, മിണ്ടാതിരുന്നോ. ഓ, അപ്പോൾ നാക്ക് അവിടെ തന്നെ ഉണ്ടല്ലേ? എന്നിട്ടാണോ ഭാര്യയെ ഒന്നും മിണ്ടാത്തെ? ഓ, ഇങ്ങേറി ഇന്ന്. അച്ചു, ചുമ്മാതിരി. പിന്നെ എന്തുണ്ട് വിശേഷം? ആ, ഇങ്ങനെയൊക്കെ പോകുന്നു. തന്റെയോ? കുഴപ്പമില്ല. നിങ്ങളെന്താ ഇവിടെ? അതോ, കുറച്ച് മീൻ വാങ്ങാൻ. നിനക്കാണെങ്കിൽ കുറച്ചപ്പുറത്ത് നിന്ന് വാങ്ങിക്കോ. എന്നാ ശരി അനു, ഭാര്യയെ പിന്നെ കാണാം. ഡാ, നീ ഇതെവിടെയാ? നിന്നെ ഒരുപാട് നേരമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ആണോടാ? ഒരുപാട് നേരമായോ? ഏടാ കള്ള. ഹായ്ഡാ, എന്തുണ്ട് വിശേഷം? ഇങ്ങനെയൊക്കെ പോകുന്നു ആദി. നീ നേരത്തെ സംസാരിച്ചത് അനാമികയോടല്ലേ? അതെ. അനുവിനെ നിനക്ക് എങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. നീ വാ. രാജു, അനാമികയെ കണ്ടിരുന്നു. ഞങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി. മാസ്ക് ധരിച്ചത് കൊണ്ട് അവൾക്കും അഭിഷേകിനും എന്നെ മനസ്സിലായില്ല. എന്നിട്ട് നിന്റെ പ്ലാൻ എന്താ? എനിക്ക് അറിയൂല രാജു. അവളെ എന്ന് നേരിൽ കാണുന്നുവോ അന്നൊക്കെ എന്റെ പ്രതികാരങ്ങൾ ഞാൻ മറന്നു പോവുകയാ. ചീ, നിർത്തടാ. എന്താടാ നീ പറഞ്ഞേ? അവളെ കണ്ടപ്പോഴേക്കും നീ എന്റെ മകനല്ലാതായി പോയോ? പപ്പ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. മതി, നിർത്ത് നീ. എന്റെ ചോരയിൽ പിറന്ന എന്റെ മക്കൾക്ക് അവരോട് പ്രതികാരം മാത്രമേ പാടുള്ളൂ, അല്ലാതെ ഒരു ദയവും പാടില്ല. അങ്ങനെ തോന്നിയാൽ ദേവൻ രാജ് ആരാണെന്നൊക്കെ നിങ്ങളൊക്കെ അറിയും.
നശിക്കണം. മേലേത്തെ തറവാട്ടിലെ അനിൽകുമാറിന്റെ കുടുംബവും മുണ്ടക്കൽ തറവാട്ടിലെ ജയകൃഷ്ണന്റെ കുടുംബവും. വൈകാതെ തന്നെ ആ രണ്ടു കുടുംബവും ഞങ്ങൾ ഇല്ലാതാക്കിയിരിക്കും പപ്പ. ഓ തീറ്റ പണ്ടാരം.